നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി ഒരു മിനിറ്റ്. എന്താ മാഷെ? അവിടെ അവന്തിക. എവിടെ? അവന്തിക ഇപ്പൊ അങ്ങോട്ട് പോയി. പിന്നെ ഈ രാത്രിയിലോ? അത് അവന്തികൊന്നും ആയിരിക്കില്ല. മാഷിന് വേറെ ആരെങ്കിലും കണ്ടപ്പോ തോന്നിയതായിരിക്കും. അല്ല, ഞാൻ കണ്ടതാ. അത് അവന്തിക തന്നെ. ആ, അവന്തിയെങ്കി അവന്തിക, അതിനെന്താ? അവക്കിവിടെ വന്നൂടെ? മാഷ് നടക്കും മാഷേ. ഇങ്ങോട്ട് വാ. അതെ, ഉടനെ തന്നെ മാഷിന്റെ കണ്ണട മാറ്റണം. അതിന്റെ പവറൊക്കെ കുറഞ്ഞു. വന്നേ ഇങ്ങോട്ട് വാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കാര്യം ഞാൻ ഏറ്റുപോയെങ്കിലും ശരിക്കും എനിക്കിപ്പോ പേടി തോന്നുന്നുണ്ട് മാഡം. നിത്യയുടെ ഭർത്താവ് മരിച്ചിട്ടിപ്പോ എത്ര വർഷമായി? എല്ലാം എനിക്കറിയാം. ഭർത്താവ് മരിച്ച ശേഷം മോളുമായിട്ട് ഇപ്പോഴും വാടക വീട്ടിലെ താമസം അല്ലേ? വാടകയും മോളുടെ ഫീസും വീട്ടു ചെലവും ഒക്കെ ആയിട്ട് ഇവിടുത്തെ ശമ്പളം തികയില്ലാന്ന് പരാതി പോലെ സുഷ്മയോട് പറഞ്ഞിരുന്നു അല്ലേ? 5 സെന്റ് സ്ഥലം, അതിലൊരു കൊച്ചു വീട്. ഇതല്ലേ നിത്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം? ഞാൻ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 7 ദിവസത്തിനകം നിത്യയ്ക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവും. അതാണ് ഈ ജോലിക്ക് നിത്യയ്ക്കുള്ള കൂലി. മോളോട് പറഞ്ഞേക്ക്, പുതിയ വീട്ടിലേക്ക് മാറുന്ന കാര്യവും ഈ അവന്തികാന്റിയുടെ അന്വേഷണവും. പോട്ടെ. ഇവർ ഈ സമയത്ത് ഇതെവിടെ പോയിട്ട് വരുന്നതാവും? ആതിര പ്രസവിക്കില്ല എന്ന് പറഞ്ഞതിന് ചെറിയൊരു തിരുത്തുണ്ട്. അവള് പ്രസവിക്കും, ജീവനില്ലാത്തൊരു കുഞ്ഞിനെ.
ഡോക്ടർ, ഇത് വേദന വരുമ്പോ പേഷ്യന്റ് ഇഞ്ചക്ഷൻ ചെയ്യുന്ന മരുന്നാണോ? ഇത് ഈ മെഡിസിനോ? ആ, വേദന വരുമ്പോ കൊടുക്കുന്ന മരുന്നാണെന്നാ ഈ സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്റർ, പ്രഗ്നൻസി സമയത്ത് പെയിൻ കുറയ്ക്കാൻ ഈ മെഡിസിൻ ആണോ നിത്യ സിസ്റ്റർ പേഷ്യന്റ് കൊടുക്കുന്നത്? ഞാൻ ചോദിച്ച സിസ്റ്റർ കേട്ടില്ലേ? അതൊരു അബദ്ധം പറ്റിയതാ ഡോക്ടർ. ഇപ്പോഴാ ഞാനത് ശ്രദ്ധിച്ചത്. Shut up. ഇങ്ങനൊരു സിറ്റുവേഷൻ ഇത്രയും കെയർലെസ് ആയി കൈകാര്യം ചെയ്തതും പോരാ, എന്നിട്ട് അബദ്ധം പറ്റിയൊന്നു. പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറയാനുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം. ഡോക്ടർ, ഞാൻ ഗെറ്റ് ഔട്ട്. ഐ സേ ഗെറ്റ് ഔട്ട്. ചേച്ചി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.